സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേക്കായി 343 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കാനാണ് ഹൈക്കോടതി ഉത്തരവ്. ഉപകരണങ്ങൾ വാങ്ങിയതിലുള്ള ക്രമക്കേടെന്ന വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, കൃത്യമായ പരസ്യം ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ 1666 വില്ലേജുകളിലാണ് ഈ റിസർവേ നടപടികൾക്ക് വേണ്ടി ഡിജിറ്റൽ റിസർവേ ഉപകരണങ്ങൾ വാങ്ങാൻ 339.46 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ടെൻഡർ ക്ഷണിച്ചത്. അപ്പോ ഇതില് മുന്നു വാങ്ങിയ ഉപകരണങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ് ചെയ്തത്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഉപകരണങ്ങൾ പോലും ഉപയോഗശൂന്യമാക്കിയിട്ടാണ് ഈ പുതിയ ടെൻഡർ വിളിച്ചത്. അപ്പൊ ഈ ടെൻഡർ വിളിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിലെ വീഴ്ചകൾ ഞങ്ങൾ ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇവര് 168 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അങ്ങനെ 168 കോടി രൂപയ്ക്ക് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇത് നേരെ ടെൻഡർ 343 കോടി രൂപ ഉപകരണങ്ങൾ വാങ്ങാൻ അത് റീ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ ഇതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ ഉപകരണങ്ങളുടെ വിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 2.82 ലക്ഷം രൂപയ്ക്കാണ് 700 എണ്ണം വാങ്ങാൻ പറഞ്ഞത്. ഒറ്റയടിക്ക് 1700 എണ്ണം വാങ്ങാം. പിന്നെ ആദ്യത്തെ എസ്റ്റിമേറ്റ് 1.7 കോടി രൂപയുടെ ടാബ്ലറ്റ് എന്നതിന് പകരം അത് 47.94 കോടി രൂപയ്ക്കാണ് മാറ്റം വരുത്തിയത്. ആദ്യം മുഖ്യമന്ത്രിക്കും തുടർന്ന് വിജിലൻസ് ഡയറക്ടർക്കും കൊടുത്ത പരാതിയിൽ നടപടിയുണ്ടായില്ല. പിന്നീട് CBI കൊച്ചി യൂണിറ്റിന് പരാതി നൽകി. CBI വിജിലൻസ് ഡയറക്ടറോട് അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതനുസരിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ അടങ്കൽ തുകയായി 168 കോടി രൂപ വെച്ച് നൽകിയ ടെൻഡർ പ്രകാരമാണ് ഹെക്സഗൺ എന്ന കമ്പനി തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് വ്യക്തമായി. വാങ്ങാൻ ഉദ്ദേശിച്ച ഉപകരണങ്ങളുടെ മാനദണ്ഡങ്ങളിലും എണ്ണത്തിലും വ്യത്യാസം വരുത്തി ചില ഉപകരണങ്ങൾക്ക് 16 ഇരട്ടി വരെ തുക വർദ്ധിപ്പിച്ചതായും കണ്ടെത്തി. വാങ്ങിയ ഉപകരണങ്ങൾ ചെറിയ കാലയളവിനുള്ളിൽ തകരാറിലാവുകയും ചെയ്തു. ടെൻഡർ നടപടിക്രമങ്ങളിൽ അപാകതകൾ സംഭവിച്ചുവെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുവെന്നും ഷാജി കോടങ്കണ്ടത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TCV തൃശൂർ.